തഞ്ചാവൂരിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ അശോകുമാർ എന്നോട് ചോദിച്ചു, ഭരണകാലങ്ങളെക്കുറിച്ച്, അന്നത്തെ രാജാക്കന്മാരെക്കുറിച്ച് എന്തൊക്കെയാണ് തോന്നാറുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാ രാജഭരണങ്ങളും അവസാനിക്കുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ ചിലരെയൊക്കെ നമ്മൾ മറന്നു പോകുന്നു. ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മരുപ്പറമ്പിലേക്ക് അവർ പിൻവാങ്ങുന്നു. കാലം മാറുമ്പോൾ, ഭരണ സംവിധാനങ്ങൾ മാറുമ്പോൾ അതാത് കാലത്തെ ഭരണാധികാരികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ചിലപ്പോൾ ഒരു റെഫറൻസ് എന്ന പോലെ പഴയ ഭരണാധികാരികളെക്കുറിച്ചും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അശോകുമാർ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു കാലത്ത് ഭരിക്കുകയും ഭരണത്തിലൂടെ വളരെ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജാക്കന്മാരാണ് എന്ന പേര് നേടുകയും ചെയ്ത 4 രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ ഇന്ന് തഞ്ചാവൂരിലുണ്ട്. പക്ഷേ തഞ്ചാവൂരിൽ ഇന്ന് കഴിയുന്നവർക്കോ തഞ്ചാവൂരിൻ്റെ ചരിത്രം പരതുന്നവർക്കോ അല്ലെങ്കിൽ തഞ്ചാവൂരിലെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചകൾ കണ്ട് മടങ്ങുന്ന സഞ്ചാരികൾക്കോ അറിയാത്ത ഒരു സ്ഥലമുണ്ട് തഞ്ചാവൂരിൽ. നമുക്ക് അവിടെ പോയാലോ? അവിടെ പോയാൽ 4 രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ കാട് മൂടി കിടക്കുന്നതും അവഗണിക്കപ്പെട്ട് കിടക്കുന്നതും, ഇത് രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കാണാൻ താല്പര്യമുണ്ടോ എന്നെന്നോട് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോവാം. ചരിത്രത്തിൻ്റെ പലതരത്തിലുള്ള ചരിത്രം പലപ്പോഴും വലിയ തോതിൽ ചിലരെ ഉയർത്തിക്കാണിക്കുകയും ചിലരെ ഒരു കാലത്ത് നന്മ ചെയ്തവരാണെങ്കിൽ പോലും അവർ അവഗണിക്കപ്പെട്ട് അവഗണനയുടെ ഒരു തീരത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നത് ചരിത്രത്തിൻ്റെ തന്നെ നീതികളിൽ കൂടിപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നീതി ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിലും നമുക്ക് അത് പോയി കാണാം എന്ന് പറയുക. അങ്ങനെ ഞങ്ങൾ അശോകുമാറിൻ്റെ ഈ സ്കൂട്ടറിൽ ഈ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ആ സ്ഥലത്തിൻ്റെ പേര് രാജഗൗരി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. രാജഗൗരി എന്ന് ആ സ്ഥലത്തിന് പേര് വരാൻ കാരണം രാജാക്കന്മാരെ അടക്കം ചെയ്ത സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ രാജഗൗരി ഉണ്ടാവുന്നത്. അപ്പോൾ പഴയ കാലത്ത് പ്രത്യേകിച്ചും മറാഠ രാജവംശം തഞ്ചാവൂർ ഭരിച്ചിരുന്ന 17 മുതൽ 19 നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് രാജാക്കന്മാരെ അടക്കിയിരുന്ന ഒരു സ്ഥലമാണ് രാജഗൗരി. അപ്പോൾ അതിൽ 4 പേർ, ഈ പറയുന്ന തഞ്ചാവൂർ ഭരിച്ച മറാഠ രാജവംശത്തിലെ അവസാനത്തെ 4 രാജാക്കന്മാർ, പ്രതാപ് സിംഗ്, തുളജ, സർഫോജിറ്റ് രണ്ടാമൻ, ശിവാജി രണ്ടാമൻ, ഈ 4 പേരാണ് ആ ഡൈനാസ്റ്റിയുടെ മറാഠ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ഉണ്ടായിരുന്ന 4 രാജാക്കന്മാർ. അവസാന കാലത്തെ പല സമയങ്ങളിലായിട്ട് ഈ 4 രാജാക്കന്മാരെയുമാണ് ഈ പറയുന്ന രാജഗൗരിയിൽ അടക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ രാജഗൗരിയിൽ അവിടെ നമ്മൾ പോകുന്നു, ആ സ്ഥലത്ത് എത്തുന്നു. ആ സ്ഥലത്ത് നമുക്ക് കാണാം കാട് പിടിച്ച് കിടക്കുന്ന കുറേ കെട്ടിടങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നമുക്ക് ഇവരെ അടക്കിയിട്ടുള്ള ഇവരുടെ അവസാന അന്ത്യവിശ്രമ സ്ഥലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ശിവക്ഷേത്രങ്ങളാണ്. ഈ ഓരോ ശിവക്ഷേത്രത്തിന് നടുവിലായിട്ടാണ് ഈ രാജാക്കന്മാരെ അടക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അന്നത്തെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഈ ശിവക്ഷേത്രങ്ങൾക്കരികിൽ ഇവരെ അടക്കം ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ ആ രാജഗൗരി എന്ന് പറയുന്ന ആ കോമ്പൗണ്ടിൻ്റെ അതിന് 5ഓ 6ഓ ഗേറ്റുകളുണ്ട്. ഈ ഗേറ്റുകളെല്ലാം പൂട്ടുകളിട്ട് ചങ്ങലയിട്ട് പൂട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് അത് സാധാരണഗതിയിൽ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ള ഒരു സ്ഥലമല്ല എന്നർത്ഥം. അപ്പോൾ അശോകുമാർ പറഞ്ഞു, ഇതിന് മറ്റൊരു സ്ഥലമുണ്ട്, നമുക്ക് കുറച്ചൊരല്പം മുന്നോട്ട് നടന്നാൽ ഒരു ഗേറ്റുണ്ട്, അതിലൂടെ നമുക്കിതിനകത്തേക്ക് കടക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോഴാണ് അവിടെ ഞങ്ങൾ കാണുന്ന കാഴ്ച ഈ ശിവക്ഷേത്രത്തിൻ്റെ പടികളിലും അതുപോലെ ഈ രാജാക്കന്മാരുടെ അടക്കിയിട്ടുള്ള സ്ഥലങ്ങളിലും അവരുടെ ശവക്കല്ലറകളുള്ള സ്ഥലങ്ങളിലും എല്ലാം
വലിയ തോതിൽ ആടുകളുടെ കൂട്ടം കയറിക്കിടക്കുകയാണ്. അപ്പോൾ ആ കോമ്പൗണ്ടിലുള്ള പച്ച ഇലകൾ അല്ലെങ്കിൽ ചെടികൾ, പലതരം പാഴ്ചെടികളും ഒക്കെ വളരുന്നൊരു സ്ഥലമാണത്. ആ സ്ഥലത്ത് ചെന്ന് ആ സ്ഥലത്ത് തന്നെ മേയുന്ന ആടുകൾ. അപ്പോൾ ആളുകൾ ഇന്ന് ഈ രാജഗൗരിക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് ഉള്ള ആളുകൾ അവരുടെ ആടുകളെ മേയ്ക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇന്ന് രാജഗൗരി മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ആടുകൾ അവിടെ മേഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആടുകളെ മേയ്ക്കാൻ വരുന്നവർ, തങ്ങളുടെ ആടുകളുടെ കൂട്ടങ്ങളെ അവിടെ കൊണ്ടുവന്ന് വിട്ട് തിരിച്ചു പോകുന്നവർ, ഇവരൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല പ്രായമുള്ള ഒരു സ്ത്രീ ഞങ്ങൾ ആ കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതിൻ്റെ ചില ഫോട്ടോഗ്രാഫുകൾ എടുക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ, ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ചോദിച്ചു, എന്തിനു വന്നതാണ്, എന്തിനാണ് ഇതിൻ്റെയൊക്കെ പടങ്ങൾ എടുക്കുന്നത് എന്നവർ ചോദിച്ചു. അപ്പോൾ ഇത് കാണാൻ വന്നതാണ്, അതുകൊണ്ട് പടം എടുക്കുകയാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും അങ്ങനെ ആരും കാണാനൊന്നും വരാറില്ലല്ലോ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന രീതിയിൽ അവർ ചോദിച്ചു. അതിനർത്ഥം അവരുടെ ആട് മേയ്ക്കലിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ മറ്റോ വന്നവരാണോ ഇവർ എന്നൊരു ചെറിയ ഭയം ആ സ്ത്രീയിൽ ജനിച്ചത് കൊണ്ടായിരിക്കണം അവരങ്ങനെ ചോദിച്ചത്. ഏതായാലും കുറച്ച് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും കാണുന്ന ഒരു കാഴ്ച ഒരു ആലയാണ്. അതായത് പശുവിനെ കെട്ടിയിട്ടിരിക്കുന്ന, നന്നായി ചാണകം മണക്കുന്ന ഒരു സ്ഥലം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് തഞ്ചാവൂർ ഭരിച്ചിരുന്ന, പ്രത്യേകിച്ചും തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാഠ രാജവംശത്തിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന സർഫോജി രണ്ടാമൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശവകുടീരങ്ങൾക്ക് ചുറ്റുമാണ് ഇത്തരത്തിൽ ആടുകൾ മേയുന്നത്, പശുക്കളെ കെട്ടിയ ഒരാല പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തഞ്ചാവൂരിൽ ഇത്തരത്തിലുള്ള സ്മാരകശിലകൾ നമ്മൾ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം സ്മാരകങ്ങൾ കാണാൻ പോകുന്നവർ എത്താത്ത ഒരു സ്ഥലമാണ് ഈ രാജഗൗരി എന്നും, അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ അല്ലെങ്കിൽ അവിടെ വന്ന് കാണുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമില്ല എന്നതുകൊണ്ടുമാണ് നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയുന്നത്. അതേസമയം തഞ്ചാവൂർ കൊട്ടാരത്തിൻ്റെ മ്യൂസിയത്തിൽ നമുക്ക് സർഫോജി രണ്ടാമൻ്റെ വളരെ വലിയ വലുപ്പത്തിലുള്ള പ്രതിമ കാണാനും സാധിക്കും. പക്ഷേ ആ സർഫോജിയെ അടക്കിയ സ്ഥലം ആരും തന്നെ ശ്രദ്ധിക്കാതെ അവഗണിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഉള്ളത്. ഈ ഒരു കോൺട്രാസ്റ്റ്, ഈ ഒരു വൈരുദ്ധ്യം നമുക്ക് തഞ്ചാവൂരിലെ കൊട്ടാരത്തിൽ പോയി പിന്നീട് രാജഗൗരി കാണുകയാണെങ്കിൽ അനുഭവപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയുള്ള വളരെ വലുപ്പമുള്ള, വളരെ ഉയരമുള്ള ഒരു ശില്പം, ഈ സർഫോജി രണ്ടാമൻ്റെ ശില്പം അവിടെ ഉണ്ട്. അദ്ദേഹം അടക്കമുള്ള രാജാക്കന്മാരെ അടക്കിയ സ്ഥലം ഈ തരത്തിൽ അവഗണിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അവഗണന ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ടു പോയത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തഞ്ചാവൂരിലെ രാജഭരണത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അതിലെ അവസാനത്തെ രാജവംശമായിരുന്നു ഈ പറയുന്ന മറാഠ രാജവംശം. മറാഠ രാജവംശം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു രാജവംശമാണ്. അപ്പോൾ ഈ മറാഠ രാജവംശം അവിടെ ഭരിച്ച് തുടങ്ങി അവരുടെ ആദ്യകാലത്ത് ഒക്കെ കഴിഞ്ഞ് 19ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സജീവമാവുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഒരുതരം അധിനിവേശത്തിൻ്റേതായ പ്രവർത്തനങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ, പിന്നീട് ബ്രിട്ടീഷ് കാലം അറിയാമല്ലോ. മറാഠ രാജവംശത്തിലെ അവസാനത്തെ രാജാവ് തഞ്ചാവൂർ ഭരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉണ്ടാകുന്നത്. ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു, പിന്നെ ബ്രിട്ടീഷുകാർ തന്നെ, ബ്രിട്ടീഷ് എന്ന രീതിയിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് തന്നെ വരുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മളുടെ നാട്ടിൽ സംഭവിച്ച അധിനിവേശത്തിൻ്റെ കഥയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി മറാഠ രാജവംശത്തെ ക്ഷയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. അപ്പം വളരെ ജനക്ഷേമകരമായി ആ കാലത്ത് സർഫോജി രണ്ടാമൻ ശേഖരിച്ച പുസ്തകങ്ങൾ, അദ്ദേഹം ശേഖരിച്ച കയ്യെഴുത്ത് പ്രതികൾ, ഇതിൻ്റെയൊക്കെ ഒരു വലിയ ലൈബ്രറി കൊട്ടാരത്തിനകത്ത് നമുക്ക് കാണാം. അപ്പോൾ അത്രയും ജനക്ഷേമകരമായി പ്രവർത്തിച്ച വിജ്ഞാനദാഹിയായ ഒരാളായിരുന്നു സർഫോജി. പക്ഷേ ആ സർഫോജിയുടെ ആ കാലത്തെ, അല്ലെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ വരുന്ന കാലത്തെ ക്ഷയിപ്പിക്കുകയാണ് സ്വാഭാവികമായും
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരും ചെയ്തത്. ആ ക്ഷയിപ്പിക്കലിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തളർച്ചയിലാണ് ആ രാജകുടുംബം അവസാനിക്കുന്നത്. അതോടുകൂടി പിന്നീട് ബ്രിട്ടീഷ് കോളനിയുടെ നിയന്ത്രണം വരുന്നു. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ കാലം വരുന്നു. ഇന്ത്യ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുന്നു. അപ്പോൾ ഒരു അവസാന രാജവംശത്തിൻ്റെ ദുരന്തം, അല്ലെങ്കിൽ ഒരു അവസാന രാജവംശം പിൽക്കാലത്ത് എങ്ങനെയാണ് അവഗണിക്കപ്പെടുക എന്നതിൻ്റെ ഒരു ഉദാഹരണമായി ഇവരെ അടക്കിയ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ അവഗണനയുടെ. അപ്പം അങ്ങനെ ഉള്ള ഒരു സ്ഥലം, ഈ രജഗൗരി എന്ന് പറയുന്ന സ്ഥലം തഞ്ചാവൂരിൽ സാധാരണ പോകുന്ന സന്ദർശകർ, സഞ്ചാരികൾ പോകാത്ത ഒരു സ്ഥലമാണ്. വാസ്തവത്തിൽ ഈ കൊട്ടാരത്തിലെ സർഫോജി രണ്ടാമൻ്റെയൊക്കെ കൂറ്റൻ പ്രതിമകൾ കണ്ടതിന് ശേഷം ഇവരെ അടക്കിയ ഒരു സ്ഥലത്ത് പോകുമ്പോഴാണ് ഒരു തരത്തിൽ അവർ കൊട്ടാരത്തിനകത്ത് പരിഗണിക്കപ്പെടുകയും അവരെ അടക്കിയ സ്ഥലത്ത് ഇത് അവരെയാണ് അടക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിയൽ ബോർഡ് പോലും ഇല്ലാത്ത ഒരു അവഗണനയിൽ അവരുടെ അന്ത്യവിശ്രമ സ്ഥലം നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഈ ഒരു വൈരുദ്ധ്യത്തിലേക്കാണ് ആ സമയത്ത് അശോകുമാർ എന്നെ നയിച്ചത്. അധികാരം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അധികാരക്ഷയമുണ്ടാകുമ്പോൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? അപ്പോൾ തഞ്ചാവൂരിലെ തമിഴ് ജനതയെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചു എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ മറാഠ രാജവംശത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് മറാഠകൾ പുറത്തുനിന്ന് വന്നവരാണ് എന്നുള്ളതാണ്. അവരൊരു തമിഴ് രാജവംശമല്ല, ഒരു പുറത്തുനിന്ന് വന്നവരാണ്. പക്ഷെ അവരിവിടെ കീഴടക്കി, ഇവിടെ ഭരണം നടത്തി, ജനക്ഷേമകരമായ ചില കാര്യങ്ങൾ അവരുടെ കാലത്ത് നടന്നിട്ടുണ്ട്. എങ്കിലും അവർ പുറത്തുനിന്ന് വന്നവരാണ് എന്നതുകൊണ്ട് അന്നത്തെ തമിഴ് ജനതയ്ക്ക് മറാഠ രാജവംശത്തോട് താല്പര്യക്കുറവുണ്ടായിരുന്നു എന്നതും, അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചേർന്ന് മറാഠ രാജവംശത്തെ ദുർബലമാക്കിയതും കൂടി ഇവിടെ നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പ്രതിമയായി നിൽക്കുകയും മറുഭാഗത്ത് മരിച്ചടക്കപ്പെട്ട സ്ഥലം സമ്പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നുണ്ട്. അശോകുമാർ തന്നെ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് സംസാരമധ്യേ പറയുകയുണ്ടായി. ഇന്ന് തഞ്ചാവൂരിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, തഞ്ചാവൂരിലെ പല മനുഷ്യരായിട്ട് സംസാരിക്കുമ്പോൾ മറാഠകളായ, അതായത് മറാഠികളായ, മറാഠ റൂട്ട്സുള്ള, മറാഠ വേരുകളുള്ള പല കുടുംബങ്ങളെയും മനുഷ്യരെയും നമുക്കവിടെ കാണാൻ സാധിക്കും. അത് ഒരു കാലത്ത് അവിടെ മറാഠ രാജവംശം ഉണ്ടായിരുന്നതിൻ്റെ അതിൻ്റെ കൂടെ വന്ന മറാഠകളുടെ പിൻഗാമികളായ, പിന്തുടർച്ചക്കാരായ തലമുറകളാണ്. അങ്ങനെ ഒരു മറാഠ തലമുറയുടെ കഥയും നമുക്ക് തഞ്ചാവൂരിൽ പോകുമ്പോൾ കേൾക്കാനും മനസ്സിലാക്കാനും തൊട്ടറിയാനും കഴിയും.